ബൈക്ക് അപകടത്തിന് പിന്നാലെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച 17-കാരൻ മരിച്ചു. പത്തനംതിട്ട കുഴിക്കാലയിലാണ് സംഭവം. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുധീഷിനെ സഹദ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്ന വഴിയാണ് അപകടം ഉണ്ടായത്. പോലീസ് വന്ന് പറഞ്ഞത് കുഞ്ഞിട്ടിട്ട് ഓടി ഒരു പെട്ടിയോട്ട് വന്ന് തൻ്റെ വെട്ടിച്ച് മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ട്. അതിനെപ്പറ്റി അത് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ മിച്ചർ മേടിക്കാൻ അവിടെ കണ്ടൊരു കാവിൻ്റെ ഇടം കണ്ടൊരു മിച്ചർ വിൽക്കുന്നൊരു വീടുണ്ടായിരുന്നു. അവിടോട്ട് പോകാൻ പറഞ്ഞെന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. അത് അവന് ഇവിടെ മീൻ കച്ചവടം എങ്ങാണ്ട് പത്തട്ടൊക്കെ നടത്തുന്ന. ഇവനിങ്ങനെ കല്യാണം ഇതിന് ലൈറ്റ് ഇടാനും ഒക്കെ പോകുന്ന അങ്ങനെ ഒത്തിരി പരിചയക്കാരുണ്ട്, അങ്ങനെയുള്ളതേ ഉള്ളൂ. അതിട്ടിട്ട് പോന്നിട്ടിപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ കൂടെ അവൻ്റെ നിർമ്പ് കൂടെ വരുവാന്ന് പറഞ്ഞ് പോയതാണ്. എങ്കിൽ പോലും അങ്ങനെ ഓടിപ്പോയപ്പോൾ വിഷമമുണ്ട്. ഇങ്ങനെ പറയുന്ന കേട്ട് അവർ വന്ന് പറഞ്ഞു, നമ്മൾ കണ്ടില്ല, കണ്ടവർ പറയുന്ന കേട്ടതാ. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, ഈ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നോ ഈ സംഭവത്തിൽ? എന്താണ് പോലീസ് ഈ കാര്യങ്ങളിൽ പറയുന്നത്? അങ്ങനെയല്ല ഗോപികൃഷ്ണൻ, വീണ ഉടൻ തന്നെ തലയടിച്ചു ആണ് വീണത്, രക്തം വാർന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ സുധീഷിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസും നാട്ടുകാരും പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം മറിഞ്ഞു വീഴുന്നു. അപ്പോൾ തന്നെ ഈ സുധീഷ് പുറകിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്, ആ പെൺകുട്ടി ഇരുന്നിരുന്നത്, 17 വയസ്സുകാരൻ. എന്തായാലും ആ തലയിടിച്ച് വീണ് അവിടെ തന്നെ കിടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഉടൻ തന്നെ ഈ സഹദ് എന്ന 20-കാരൻ, ഇയാളുടെ സുഹൃത്ത്, വാഹനം ഓടിച്ചിരുന്നയാൾ പുറകിലേക്ക് ഓടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഈ വാഹനം കൊണ്ട് ഉന്തി ഓടുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ഇത് നാട്ടുകാർ തടയുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലേക്ക് ഇയാളെ ആക്കുകയുമായിരുന്നു. എന്തായാലും ഈ മരണം അപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്, വീണപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ സഹദിന്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് ഇതിനകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ അല്പസമയത്തിനകം തന്നെ ജാമ്യത്തിൽ വിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.